Okay, students. Today we are going to discuss about the topic ellipse. So, what do you mean by ellipse? What are the related characteristics behind occurring in the topic ellipse? So, let us discuss about the new topic ellipse. This is very simple topic. So, ellipse is the set of all points in a plane. Set of all points in a plane. Sum of whose distance from any two fixed point in the plane is a constant. Ellipse is the set of all points in a plane. Sum of whose distance from any two fixed point in the plane is a constant. For example, consider a rough picture of ellipse. It's a rough picture, not a 100% figure. So take F1 and also F2. So what do you mean F1 and F2? F1 is the one of the focus. F2 is the another focus. First focus, second focus. Take few points on this ellipse. Few points. Say so P1. So P2, this is P3. This is P3. Okay. P1, P2, P3 means you can take any on the ellipse. So like that. So joining P1 to F1 and also P1 to F2. So also P2 connected to F1, P2 connected to F2. So also P3 connected to F1, P3 connected to F2. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ P1, P2, P3 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഈ ഇവിടെ തന്നെ എടുക്കണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് ഒരു ഏതാണ്ട് അപ്രോക്സിമേറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ആയി വരുന്ന രീതിയിൽ എടുക്കണം എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് P1 ഇവിടെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദീസ് ഡയഗ്രാം ഓർ ഫ്രം ദീസ് ഫിഗർ വി ക്യാൻ വെരി ഈസിലി ഐഡന്റിഫൈഡ് ദാറ്റ്. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ P1 F1 പ്ലസ് P1 F2 ദാറ്റ് ഈസ് ഈക്വൽ ടു P2 F1 plus P2 F2 that is equal to P3 F1 plus P3 F2. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് സം ഓഫ് ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം എനി ടു ഫിക്സഡ് പോയിന്റ് ഇൻ ദി പ്ലെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. അതായത് പ്ലെയിന് എങ്ങനെ എടുത്താലും എവിടെ എടുത്താലും അത് ഇത് ആഡ് ചെയ്താലും ഇത് ഈക്വൽ ആയിട്ട് വരും. അതാണ് എലിപ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ കിട്ടുന്നതാണ് എലിപ്സ്. അപ്പോൾ ellipse is the set of all points in a plane. Sum of whose distances from to fixed point in the plane is a constant. So we can define it as set of all points in a plane. Set of all points in a plane. Sum ആണ് sum of whose distances from any two fixed point in the plane is constant. സോ ഇത് ബൈഹാർഡ് ആക്കാനൊന്നുമില്ല, നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഈ ഐഡിയ കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് വന്നോളും, വേറെ പ്രശ്നമൊന്നും വരാനില്ല. ഇനി എലിപ്സിൻ്റെ ഒരു ഡയഗ്രാം കൂടി നോക്കാം. എലിപ്സിൻ്റെ ഒരു നമുക്ക് ആക്സസ് വെച്ചിട്ട് എടുക്കാം. സോ ഇവിടെ എന്നിങ്ങനെ എക്സ് ആൻഡ് വൈ ആക്സസിലൂടെ കൺസ്ട്രക്ട് ചെയ്യാണ്. ചെയ്യുന്നു. സോ അപ്രോക്സിമേറ്റ് ഫിഗറാണ്. സോ നോട്ട് കറക്റ്റ് ആ രീതിയിൽ എടുക്കണ്ട. സോ എക്സ് വൈ എക്സ് ബാർ, ദിസ് ഇസ് വൈ ബാർ, ദിസ് ഇസ് ഒറിജിൻ, അതൊക്കെ നമുക്കറിയാം. ഇവിടെ ഫോക്കസ് എടുക്കുന്നു.
F1, ഇവിടെ ഫോക്കസ് F2 എന്ന് എടുക്കുന്നു. ഓക്കെ, ഇനിയാണ് ഇത് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇതാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഡിഫൈൻ ചെയ്യുന്ന പറയുന്നത് ദി ലൈൻ സെഗ്മെന്റ് ത്രൂ ദി ഫോക്കസ്. അതായത് ഈ ഫോക്കസ്, ഇത് ഫോക്കസ് രണ്ട് ഫോക്കസ് ഉണ്ട്. ദി ലൈൻ സെഗ്മെന്റ് ത്രൂ ദി ഫോക്കസ്, ദി ലൈൻ സെഗ്മെന്റ് ത്രൂ ദി ഫോക്കസ്, ത്രൂ ദി രണ്ട് ഫോക്കസിലൂടെ ലൈൻ സെഗ്മെന്റ് ത്രൂ ദി ഫോക്കസ് ജോയിൻ ഫോസി. അതായത് ഫോസിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്, ദാറ്റ് ഈസ് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദി ഫോസി. ദി മിഡ് പോയിന്റ് ഓഫ് ദി line segment joining to foci. ഈ ഫോക്കസിന്റെ പ്ലൂറൽ ഫോസി എന്ന് പറയും. ഫോക്കസ് എന്ന് പറയില്ല, കാരണം രണ്ടെണ്ണം ആയതുകൊണ്ട് ഫോസി. അപ്പം ഫോസി എന്ന് പറയുമ്പോൾ എന്താ ഈ ഫോസി എന്ന് പറയുന്നത്, ഫോക്കസിന്റെ രണ്ട് ഫോക്കസിന് ഫോസി എന്ന് പറഞ്ഞു പ്ലൂറൽ ഫോം. Is midpoint of the line segment joining okay, midpoint of the line segment joining to foci is called center of the ellipse. Okay, അപ്പോൾ അത് ഇതാണ് സെന്റർ ഓഫ് ദി എലിപ്സ്. അത് നമുക്ക് പെട്ടെന്ന് കണ്ട് ഐഡന്റിഫൈ ചെയ്യാം. ഒരു എലിപ്സിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ചെയ്യാതെ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇനി മേജർ ആക്സിസ്, മൈനർ ആക്സിസ് എന്ന് പറയുന്നത് ദി ലൈൻ സെഗ്മെന്റ് ത്രൂ ദി ഫോസി. അതായത് ഈ ലൈൻ സെഗ്മെന്റ് ഇതിലൂടെ ഫോസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ആ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്, അപ്പൊ ഈ ലൈൻ സെഗ്മെന്റ് ആണ്. അത് ഇവിടെ മുതൽ ഇവിടെ വരെ, ഇവിടെ മുതൽ എന്ന് വരുമ്പോൾ ശരിക്കും ഈ ലൈൻ സെഗ്മെന്റ് ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ, ദാറ്റ് ഈസ് ദി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ്. ലൈൻ സെഗ്മെന്റ് പാസിംഗ് ത്രൂ എനി ടു ഫോസി. ഇതിൽ പാസ് ചെയ്ത് ഇതിലും പാസ് ചെയ്യും. അപ്പൊ ലൈൻ സെഗ്മെന്റ് പാസിംഗ് ത്രൂ ദീസ് ഫോസി ഈസ് കോൾഡ് മേജർ ആക്സിസ് എന്ന് പറയും. അപ്പം മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ് മേജർ ആക്സിസ്. നമുക്ക് അവിടെ വരെ നമുക്ക് എടുക്കാം മേജർ ആക്സിസ് എന്ന് പറയും. അപ്പൊ മേജർ ആക്സിസ്, ഇതാണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി മൈനർ ആക്സിസ് എന്ന് പറയുമ്പോൾ ലൈൻ സെഗ്മെന്റ് ത്രൂ ദി സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റ് ത്രൂ ദി സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി മേജർ ആക്സിസ്. മേജർ ആക്സിസ് ഇവിടെയുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആണ്. ഈസ് കോൾഡ് മൈനർ ആക്സിസ്. ഇത്രേ വേണ്ടോ, ഇത്രേ ചെയ്യണ്ടോ. മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ്, മൈനർ ആക്സിസ് വരുമ്പോൾ ഇത് ആ ലൈൻ സെഗ്മെന്റ്. അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്താൽ മതി, അല്ലാതെ നിങ്ങൾക്ക് സെന്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതണം എന്നൊന്നും പറയുന്നില്ല. ഡിഫൈൻ മേജർ ആക്സിസ് ചോദിക്കില്ല. ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് എന്താണ് മേജർ ആക്സിസ്, എന്താണ് മൈനർ ആക്സിസ്. ഈ മേജർ ആക്സിസിന്റെ ഈ എൻഡ് പോയിന്റ് ഈ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഈ ഒരു പോയിന്റ്, ഇത് വെർട്ടെക്സ് എന്ന് പറയും. ഇത് വെർട്ടെക്സ്, ഇത് വെർട്ടെക്സ്. അപ്പൊ രണ്ട് വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ എൻഡ് പോയിന്റ് ഓഫ് ദി മേജർ ആക്സിസ് ഈസ് കോൾഡ് വെർട്ടെക്സ്. അപ്പൊ ആ പോയിന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മേജർ ആക്സിസ് എൻഡ് പോയിന്റ് ആണ് വെർട്ടെക്സ്. അപ്പൊ രണ്ട് വെർട്ടെക്സ് ഉണ്ട്, രണ്ട് ഫോക്കസ് ഉണ്ട്. ഒരു മേജർ ആക്സിസ് ഉണ്ട്, ഒരു മൈനർ ആക്സിസ് ഉണ്ട്. ഇനി ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് നമുക്കറിയാം, പരാബോള മുതൽ പഠിക്കുന്നുണ്ട്. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് whose end points lying on the ellipse എന്ന രീതി എടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ പറയും, ലാറ്റിസ് റെക്ടം എന്ന് പറയും. അപ്പോൾ ഇവിടെയും സെയിം ലാറ്റിസ് റെക്ടം എന്ന് പറയുമ്പോൾ ഇവിടെയും ലാറ്റിസ് റെക്ടം ഉണ്ട്. പക്ഷെ ഫോർമുല രണ്ടും സെയിം ആണ്, ഫിക്സഡ് ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഇപ്പോൾ മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുമ്പോൾ 2b ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b ആണ്. പിന്നെ ഫോക്കസ്, രണ്ട് ഫോക്കസ് ഉള്ളതുകൊണ്ട് അതിന് നമ്മൾ ഫോസി എന്ന് പറയും. ഫോസി അത് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഈ കേസിൽ ഫോസി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ട് +1 -
സി കോമ 0. അപ്പോൾ ഇതേ ശ്രദ്ധിക്കണം, പരാബോളയിൽ ഫോക്കസ് എന്ന് പറയുമ്പോൾ A0 ആണ്, A ആണ്. ഇവിടെ സി ആണ് എടുക്കുന്നത്, മാറിപ്പോയത്. അപ്പോൾ സി അങ്ങനെ എടുത്താൽ മതി. പിന്നെ 2 വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ ഫോം നമ്മൾ എന്തായിട്ട് എടുക്കും? 2 വെർട്ടെക്സ് ഉള്ളതുകൊണ്ട് വെർട്ടിസസ് എന്ന് പറയും, പ്ലസ് ഓർ മൈനസ് A0. അപ്പോൾ മാറിയത് എ എന്ന് പറയുമ്പോൾ പരാബോളയിൽ ഫോക്കസ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഇത്രയും കാര്യം കിട്ടി. ലെങ്ത് ഓഫ് മേജർ ആക്സസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സസ്, ഫോസി, വെർട്ടിസസ് ഈ ഡയഗ്രത്തിൻ്റെയാണ് കിട്ടിയത്. അതുപോലെ തന്നെ ലാറ്റസ് റെക്ടം LR, അത് പ്രത്യേകിച്ചൊന്നുമില്ല, 2b²/a ആണ്. പിന്നെ ഒരു പുതിയ ഡെഫിനേഷൻ ആണ് എക്സെൻട്രിസിറ്റി, E എന്ന് പറയും. എക്സെൻട്രിസിറ്റി ഇത് ECC എക്സെൻട്രിസിറ്റി E എന്ന് പറയുമ്പോൾ E = c/a ആണ്. E ഓൾവേസ് ലെസ് 1 ആണ്. അപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, E = c/a ആണ്. c/a ആണ്, E ലെസ് 1. അപ്പോൾ എന്താണ് ഈ ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈൻസ് ലാറ്റസ് റെക്ടം. നമുക്ക് പിക്ചറിൽ കണ്ട് നമുക്ക് ഇതെല്ലാം പറയാൻ പറ്റണം. അങ്ങനെയാണ്, അത്രയേ വേണ്ടു. അല്ലാണ്ട് ഇത് എലാബറേറ്റ് ചെയ്ത് എലിപ്സിന്റെ സെന്റർ നിന്ന് ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ഇൻ ടു ഫോസീസ് കോഡ് അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആ ടെക്നിക്കൽ ടേമും ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മേജർ ആക്സസ് ഇതാണ്, മൈനർ ആക്സസ് ഇതാണ്. ഈ മേജർ ആക്സസ് 2 എൻഡ് പോയിന്റ് വെർട്ടെക്സ് എന്ന് പറയും, ഫോക്കസിൽ ലാറ്റസ് റെക്ടം എന്ന് പറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒക്കെയാണ്. പിന്നെ അതിനെ കറസ്പോണ്ടിങ് റിലേറ്റ് ചെയ്ത പേരിൽ എന്താ ഇങ്ങനെ വന്നു അതൊക്കെ നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി ഇത്രയേ ഉള്ളൂ, ഒന്നെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. ഏതൊക്കെ? ദി റേഷ്യോ ഓഫ് ദി ഡിസ്റ്റൻസസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ് ഇൻ ദി റേഷ്യോ ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ് ഫ്രം സെൻറ്റർ ടു one of the foci and center to one of the vertex. അതായത് സിമ്പിളായിട്ട് പറയുകയാണ്, ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് അതിപ്പോൾ 3 വിചാരിക്കുക, 3 സെന്റിമീറ്റർ ആണ് വിചാരിക്കുക. അത് ഞാൻ എഴുതി ഇത്. പിന്നെ വീണ്ടും ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഇത് അത് 6 വിചാരിക്കുക. അതിൻ്റെ റേഷ്യോ ആണ്, അതായത് 3/6 ആണ് എക്സെൻട്രിസിറ്റി. അത് എക്സെൻട്രിസിറ്റി നമുക്ക് ഇത് ഡെഫിനേഷൻ ഒക്കെ ഒന്നും മനസ്സിലാവില്ല, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള സ്കെയിൽ ഒന്ന് മെഷർ ചെയ്യുക, വീണ്ടും ഇവിടെ നിന്ന് ഇവിടത്തേക്ക് അതിൻ്റെ റേഷ്യോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കേസ് 1 ആണ്. ഇതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ x² / a² + y² / b² = 1 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, a² ഓൾവേസ് ഗ്രേറ്റർ ദാൻ b² ആയിരിക്കണം. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ് റൂൾ, വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറയും. പിന്നെ ഒരു റിലേഷൻ കണക്ടിങ് ഇതുണ്ട്, a² = b² + c². ഇത് പഠിച്ചു വെക്കുക. നമുക്ക് ഏതെങ്കിലും അൺനോൺ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ കേസ് 1 കുറിച്ച് പറയാനുള്ളത്. കേസ് 1 കുറിച്ച് പറയാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ എലിപ്സിന്റെ സെക്കൻഡ് കേസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് ആയിരുന്നു. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ പിക്ചറിൽ ചെറിയ റെപ്രസെന്റേഷൻ മാറും. മാറുന്നുണ്ട്. അത് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ഈ രീതിയിൽ ഇങ്ങനെ വന്നിട്ട് ഈ രീതിയിലാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ആക്സസ് ഒന്നും മാറുന്നില്ല, ആക്സസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കാം, എക്സ് വൈ, എക്സ് ബാർ വൈ ബാർ, അതൊന്നും മാറുന്നില്ല. സോ ഒറിജിൻ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ പറയുന്നത് സെന്റർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഞാൻ എലാബറേറ്റ് പറയുന്നില്ല, സെന്റർ ഇത്. അപ്പൊ ഇവിടെ മേജർ ആക്സസ് എന്തായിരിക്കും? ഇതാണ് മേജർ ആക്സസ്. മേജർ ആക്സസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലോങ് ആയിട്ട് പോകുന്നത്. ഇതാണ് മേജർ ആക്സസ്. ഇവിടെ വരെ ഇതാണ് ലെങ്ത് ഓഫ് മേജർ ആക്സസ്. മൈനർ ആക്സസ് എന്ന് പറഞ്ഞാലോ ഇതാണ് ലെങ്ത് ഓഫ് മൈനർ ആക്സിന്റെ ലെങ്ത്. അപ്പൊ വെർട്ടെക്സ് എവിടെ വരും? വെർട്ടെക്സ് എപ്പോഴും മേജർ ആക്സസിലാണ് വെർട്ടെക്സ് ഉണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സസിൽ ഉണ്ടാവത്തുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈനർ ആക്സസ് അല്ല, എല്ലാം മാറി നല്ല തല തിരിഞ്ഞു വരുന്നത് മാത്രം. അപ്പൊ ഇക്വേഷനോ x² / b² + y² / a² = 1. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ ആയാലും a² എപ്പോഴും എന്തായിരിക്കണം?
ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ എന്ന രീതിയിൽ ഇവിടെ നമുക്ക് വന്നിരിക്കണം. ഓക്കെ, എ സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് മേജർ ആക്സസ്, ലെങ്ത് ഓഫ് മേജർ ആക്സസ് ഇത് മാറുന്നില്ല, ഡസ് നോട്ട് ചേഞ്ച്, ദാറ്റ് ഈക്വൽ ടു 2a തന്നെയാണ്. ലെങ്ത് ഓഫ് മൈനർ ആക്സസ് 2b ആണ്. ദെൻ കറസ്പോണ്ടിങ്, പിന്നെ ഇവിടെ ഞാൻ എഴുതിയില്ല, ഇത് F1 ഫോക്കസ്, ഇത് F2. പിന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്തായിരിക്കും? ലാറ്റസ് വെക്ടർ. സോ അതൊന്നും മാറുന്നില്ല, സെയിം തന്നെയാണ്. പിന്നെ 4c മാറും. എങ്ങനെ മാറുന്ന വെച്ചാൽ 4c കിടക്കുന്നത് എവിടെയാ? y ആക്സിസിലാണ്. അപ്പം 0, ±c 4c അങ്ങനെ എഴുതാം. ഇപ്പൊ വെർട്ടിസസ് എവിടെയുള്ളത്? വെർട്ടിസസും അതേപോലെ മാറും, 0, ±a ആയിട്ട് വരും. പിന്നെ ലാറ്റിസ് വെക്ടർ ഒന്നും മാറുന്നില്ല. ലെങ്ത് ഓഫ് ലാറ്റിസ് വെക്ടർ 2b² a ആണ്. 2b² a. ലെങ്ത് ഓഫ് ലാറ്റിസ് വെക്ടർ 2b² a എന്ന രീതിയിൽ വരും. ഓക്കെ, 2b², ലെങ്ത് ഓഫ് ലാറ്റിസ് വെക്ടർ 2b² a ഈ രീതിയിലാണ് ഇവിടെ വരുന്നത്. പിന്നെ എക്സെൻട്രിസിറ്റി എല്ലാം ഫിക്സഡ് ആണ്. ഈക്വൽ ടു c/a ആണ്. ഈക്വൽ ടു c/a, ഈ <1 ആയിട്ട് കിട്ടണം. ഈക്വൽ ടു c/a, ഈ <1 എന്ന രീതിയിലാണ് അവിടെ അസൈൻ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ മാറുന്നത്, പിക്ചർ മാറുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ബാക്കിയെല്ലാം ഇത് രണ്ടേ മെയിൻ ആയിട്ട് മാറുന്നുള്ളൂ. ഇത് രണ്ടും മാത്രമേ പ്രധാനമായിട്ട് മാറുന്നുള്ളൂ, ബാക്കി ഒന്നും മാറുന്നില്ല. പിന്നെ മാറുന്ന പിക്ചർ മാറുന്നുണ്ട്, പിന്നെ ഫോർമുല മാറുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതാണ്. പിന്നെ ആ റിലേഷൻ മാറുന്നില്ല, a² അത് ഇത് തന്നെയാണ്, അതേ റിലേഷൻ തന്നെ, മാറുന്നേ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം, രണ്ട് കമ്പയർ ചെയ്യും. കേസ് 1 നോക്കിയാട്ടെ. കേസ് 1 നോക്കിയാട്ടെ. പിക്ചർ ഇങ്ങനെയാണുള്ളത്, അതിന്റെ ഇക്വേഷൻ ദിസ് ലൈക്ക് ദാറ്റ്, ദിസ്. പിന്നെ ഇവിടെയുള്ള റിലേഷൻ മാറുന്നില്ല, പിക്ചർ അത് മാറുന്നിട്ടുണ്ട്. സോ മേജർ ആക്സസ് ഇത് ടെക്സ് എന്ന് പറയും. സോ മൈനർ ആക്സസ്, രണ്ട് ഫോക്കസ് ഉണ്ട്, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ലാറ്റിസ് വെക്ടർ. നിങ്ങൾക്ക് അത് ഇമാജിനിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. പിന്നെ മേജർ ആക്സസ്, ലെങ്ത് ഓഫ് മേജർ ആക്സസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സസ്, 4c വെർട്ടിസസ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു? കാരണം അത് എക്സ് ആക്സസിലുള്ളത്. ലാറ്റിസ് വെക്ടർ എക്സെൻട്രിസിറ്റി ഈ രീതിയിൽ എടുക്കാം. സോ കേസ് 2 എന്ന് പറയുന്നത് അവിടെയുള്ള നമ്മൾ പിക്ചർ മാറുന്നുണ്ട്. ഞാൻ ചെറുതായി പിക്ചർ വരച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് മേജർ ആക്സസ്, മൈനർ ആക്സസ്, സോ ഫോക്കസ്, ഇതിൻ്റെ എൻഡ് പോയിന്റ് വെർട്ടെക്സ് ആയിട്ട് വരും. ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ. സോ ഇക്വേഷൻ മാറിയിട്ടുണ്ട്. സോ a² എപ്പോഴും ഹയസ്റ്റ് ആയിട്ട് വരും, അത് മാറിയിട്ടില്ല. ലെങ്ത് ഓഫ് മേജർ ആക്സ് മാറുന്നില്ല, ലെങ്ത് ഓഫ് മൈനർ ആക്സ് മാറിയിട്ടില്ല. 4c വെർട്ടിസസ് മാറിയിട്ടുണ്ട്. ലാറ്റിസ് വെക്ടർ സെയിം, എക്സെൻട്രിസിറ്റി സെയിം, ഇതും സെയിം. കുറേ സെയിം ഉണ്ട്, അതുപോലെ മാറ്റം വരുന്നതും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് കൃത്യമായിട്ടും ഡിഫൈൻ എലിപ്സ് ഒന്നും ചോദിക്കില്ല. സെറ്റപ്പിൾ പോയിന്റ്സ് ഇൻ എലിപ്സ്, സം ഓഫ് ഫോഴ്സ്, ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സസ് പോയിന്റ് ഇൻ പ്ലെയിൻ ഈസ് കോൺസ്റ്റന്റ്. അത് ഇങ്ങനെ ബൈ ഹാർഡ് ഒന്നും ആക്കണ്ട. ഓരോന്നും നമ്മൾ ഗ്രാഫിക്കലി എന്താണ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്, തിയറി പാർട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രോബ്ലം പാർട്ടേ ഉള്ളൂ. ഇത് ക്ലിയർ ആണ്, പ്രോബ്ലം ഒന്നുമല്ല. എക്സാമിന് ഡെഫിനറ്റ് ആയിട്ട് 4 മാർക്കിന് ഉറപ്പിച്ചിരുന്ന് വരും, 100%. ഓക്കെ.